എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ലിവർപൂളിന്റെ കർബാവോ കപ്പിലെ ആദ്യത്തെ മത്സരം കഴിഞ്ഞിരിക്കുകയാണ്. റൗണ്ട് 3 എഗെയിൻസ്റ്റ് സതാംപ്ടൺ 2-1 നമ്മൾ ആൻഫീൽഡിൽ വിജയിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം അറിയേണ്ട കാര്യം, ഇത് നമ്മളെ സതാംപ്ടൺ ചാമ്പ്യൻഷിപ്പ് ടീമാണ്. അപ്പം നമ്മൾ എന്തുകൊണ്ടും നമ്മൾ ചാമ്പ്യൻസ് ലീഗ് മത്സരമൊന്നും അല്ലാത്തത് കൊണ്ട് യൂഷ്വലി നമ്മളെ റിസർവ് ടീമിന് അതല്ലെങ്കിൽ സബായിട്ട് കളിക്കുന്ന ടീമിൻ്റെ ആണ് ഫസ്റ്റ് 11-ൽ നമ്മൾ ഇറക്കിയത്. അതിൽ ഈ ഒരു മത്സരത്തിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഓൾറെഡി പോയിന്റ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് വേഗത്തിലൊന്ന് പറഞ്ഞ് തീർക്കുക എന്നുള്ളൊരു രീതിയിലാണ് എടുക്കുന്നത്. ഒരുപാട് വലിച്ചു നീട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ആദ്യത്തെ എനിക്ക് ഈ വീഡിയോയിൽ പറയാൻ ഉള്ളത് എബൌട്ട് കിയേസ. പുള്ളിക്കാരൻ്റെ വർക്ക് എത്തിക്ക്, പുള്ളിക്കാരൻ്റെ ഒരു വർക്ക് റേറ്റ്, ആ ഒരു ആത്മാർത്ഥത നമ്മളെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഇവൻ പുള്ളിക്കാരൻ ഒരു മത്സരത്തിൽ കളിച്ചില്ലെങ്കിലും അവസാന നിമിഷം ഒരു 10-5 മിനിറ്റ് സബ്ബായിട്ട് ഇറങ്ങിയാലും ആര് ഗോൾ അടിച്ച് കഴിഞ്ഞാലും ലിവർപൂളിൽ ഏറ്റവും കൂടുതൽ ഒരു ഇമോഷനും ആഹ്ലാദമൊക്കെ കാണിക്കുന്ന ഒരു പ്ലെയറാണ് കിയേസ. നമ്മളെല്ലാവരും അറിയുന്ന കാരണം എല്ലാ ലിവർപൂൾ ഫാൻസിൻ്റെ അധിക സ്റ്റാറ്റസൊക്കെ നമ്മൾ കാണുന്നതാണ് പുള്ളിക്കാരൻ്റെ ഒരു സന്തോഷം, ഒരു എക്സൈറ്റ്മെൻറ്റും ഒക്കെ. അതായത് അത്രയും ആത്മാർത്ഥതയുള്ള ഒരു പ്ലെയറാണ് കിയേസ. അപ്പം ഈ ലിവർപൂളിലേക്ക് വന്നതിന് ശേഷം കിയേസയുടെ ഏറ്റവും മികച്ച പ്രകടനമാണ് ഇന്നലെ കാഴ്ചവെച്ചത്. അതായത് ആ ഫ്രണ്ട് 3 കിയേസ ഒറ്റക്ക് ചുമലിൽ ഏറ്റിയെന്ന് പറയാം. 2 അസിസ്റ്റാണ് മത്സരത്തിൽ കിയേസ കൊടുത്തിരിക്കുന്നത്. അതിൽ രണ്ടാമത്തെ അസിസ്റ്റ്, ആ ഒരു ടച്ച്, ഫസ്റ്റ് ടച്ച് ഒരു രക്ഷയില്ലായിരുന്നു. എക്കിറ്റിക്ക് പാസ്. പിന്നെ ഫസ്റ്റത്തെ അസിസ്റ്റ് എന്ന് പറയുന്നത് നമ്മളെ പ്രസ് കാരണം മക്കാർത്തി നമ്മൾ ഒരു മിസ്റ്റേക്ക് ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയും പറയാം. പക്ഷേ കിയേസയുടെ ആ ഒരു പ്രസ്സും പൊസിഷനിങ്ങും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ ഫസ്റ്റത്തെ അസിസ്റ്റും സൂപ്പറായിരുന്നു. ഫസ്റ്റ് ടൈമിൽ തന്നെ ബോൾ കൊടുത്തു. അങ്ങനെ നമ്മളെ ഇസാക്കിന് ലിവർപൂളിൻ്റെ ഷർട്ടിലെ ആദ്യത്തെ ഗോൾ. അപ്പം നമുക്ക് ഇനിയും ഒരുപാട് ഗോളുകൾ ഇസാക്ക് അടിച്ചു കൂട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. രണ്ടാമത് എനിക്ക് പറയാനുള്ളത് ലിയോണിനെ കുറിച്ചാണ്. ഓ മാൻ, ചങ്ങായി ചെറിയ ചെറുക്കനാണ്, പക്ഷേ ഒരു ബാക്ക് ലൈൻ്റെ ലീഡർ ആവാനുള്ള ഒരു കപ്പാസിറ്റി, ഒരു കെൽപ്പുള്ള പ്ലെയറാണ്. നമ്മൾ ആ ഒരു പുള്ളിക്കാരൻ ഇഞ്ചുറി ആയിട്ട് പുറത്ത് പോകുന്നത് വരെ ഗോമസിന് അത്ര വലിയൊരു പെർഫോമൻസ്, അല്ലെങ്കിൽ എന്താ പറയുക, ഗോമസിലേക്ക് അങ്ങനെ അധികം ആൾക്കാരും നോക്കിയിരുന്നില്ല. എല്ലാവരും കണ്ണുകളും ലിയോണിൽ മാത്രമായിരുന്നു ബാക്ക് ലൈനിൽ. പുള്ളിക്കാരൻ്റെ ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ്, അതുകൂടാതെ സ്ട്രെങ്ത്ത്, കമ്പോഷർ, ടോപ്പ് നോച്ച് എന്ന് പറയുക, അത് നല്ല ഒരു ടാലൻറ്റിനെയാണ് ആക്ച്വലി പറഞ്ഞാൽ ലിവർപൂൾ റാഞ്ചിരിക്കുന്നത് ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ. പക്ഷേ ആ പരിക്ക് അറിയില്ല എന്താണ് മെയിൻ ഇഷ്യൂ എന്ന്. ആർനെ സ്ലോട്ട് പറഞ്ഞത് ഫർദർ അസസ്മെൻ്റ് ആവശ്യമുണ്ട്, അതിനുശേഷം എന്തെങ്കിലും പറയാൻ പറ്റുമെന്ന്. നമുക്ക് ഹോപ്പ് ചെയ്യാം ചെറിയ പരിക്ക്, ഒരു 4 വീക്കോ അങ്ങനെയുള്ള ഒരു 5 വീക്കോ അങ്ങനെ ഒരു ചെറിയ പരിക്ക് മാത്രം ആയിരിക്കണം എന്ന് പ്രാർത്ഥിക്കാം. VVDയുടെ കൂടെ VVD ആൻഡ് ലിയോണി കളിക്കുന്ന ഒരു മത്സരം അല്ലെങ്കിൽ ഒരു കാലം വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഐ റിയലി ലൈക്ക് ടീം. ആക്ച്വലി ഞാൻ പുള്ളിക്കാരനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ഹൈലി പ്രൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ്റെ എല്ലാ ആസ്പെക്റ്റും. ഐ റിയലി ലൈക്ക്. നല്ല ഒരു ഡെബ്യൂ ആയിരുന്നു ലിയോണിൻ്റെ. പിന്നെ ഞാൻ എബൌട്ട് ഗോൾസാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, അതിൽ എക്കിറ്റിക്കിനെ കുറിച്ച് ഞങ്ങൾക്ക് പറയായിരുന്നു. ആക്ച്വലി എക്കിറ്റിക്ക് ആ ഫസ്റ്റ് യെല്ലോ കാർഡ് വാങ്ങിയത് ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ ഗോൾ അടിച്ച് പുള്ളിക്കാരൻ ഷർട്ട് ഊരിട്ട് സെലിബ്രേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അറിയില്ല. ഇത് കറബാവോ കപ്പാണ്. ഓക്കെ, നമ്മളെ സ്റ്റേഡിയത്തിലാണ് ലിവർപൂൾ വിജയിക്കുമെന്ന് എല്ലാവരും വിചാരിച്ച ഒരു മത്സരമാണ്. അപ്പോൾ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ എല്ലാവരും ഗോൾ അടിക്കുക, സെലിബ്രേറ്റ് ചെയ്യുക എല്ലാവരുടെ അവകാശമാണ്. എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് അവർ തീരുമാനിക്കേണ്ടതാണ്. പക്ഷേ വെറുതെ യെല്ലോ കാർഡ് വാങ്ങുന്നതിനോട് താല്പര്യമില്ല. അത് സ്ലോട്ട് ആക്ച്വലി അതിന് ശേഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റുപ്പിഡിറ്റി. അത് പിന്നെ റോബർട്ട്സൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ചെറിയ പുതിയിലേക്ക് വന്ന ആ ഒരു ആവേശത്തിൽ കാണിച്ചതാണ്. അപ്പം ഇനി നന്നാവും എന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ആക്ച്വലി ഞാനും പുള്ളിക്കാരൻ ഷർട്ട് ഊരിയിട്ട് തിരിച്ചിടുന്ന സമയത്ത് ഫ്രിംഗ്ബോങ് ദേഷ്യത്തോടെ ചൂടാകുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്തിനാണ് ദേഷ്യത്തോടെ ചൂടാകുന്നത്, ഒരു യെല്ലോ കാർഡല്ലേ കിട്ടല്ലേ. പിന്നെയാണ് എനിക്ക് മനസ്സിലായോ ഈ ഓൾറെഡി ഒരു യെല്ലോ കാർഡിലുണ്ട്. എക്കിറ്റിക്ക് ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിൽ എല്ലാ ലിവർപൂൾ ഫാൻസിനോടും അപ്പോളജി പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് മറന്നുപോയതാണ് ചങ്ങായി. ആദ്യം അനാവശ്യമായിട്ട് ഒരു യെല്ലോ കാർഡ് വാങ്ങിയത്, വെറുതെ ബോള് തട്ടിയതിന്. പിന്നെ ഇസാക്കിൻ്റെ ഞാൻ പറഞ്ഞു, ഇസാക്ക് ഒരു ഗോൾ അടിച്ചു. ഇനിയും ഒരുപാട് ഗോളുകൾ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഈ ഒരു റെഡ് കാർഡ് മൂലം എക്കിറ്റിക്ക് ക്രിസ്റ്റൽ പാലസിനോടുള്ള മത്സരത്തിൽ കളിക്കാൻ പറ്റില്ല. അതാണ് മെയിനായിട്ടുള്ളൊരു പ്രശ്നം ആക്ച്വലി പറഞ്ഞാൽ. കാരണം ഇസാക്ക് ഒരു 90 മിനിറ്റ് കളിപ്പിക്കാൻ പറ്റുമോ എന്ന് അറിയില്ല. അത്രയും ഫിറ്റ്നസ് ഇതുവരെ വന്നില്ല പുള്ളിക്കാരൻ. ഇപ്പോൾ നമ്മളാ 45-ാമത്തെ മിനിറ്റൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ഓടിയിട്ട് കഥയ്ക്ക് ഇങ്ങനെ
മുട്ടിന് കൈയൊക്കെ കൊടുത്ത് കിടക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു ടി വിയിൽ. അപ്പം 90 മിനിറ്റും കളിക്കാനുള്ള ഒരു ഫിറ്റ്നസ് ഇതുവരെ ഇസാക്കിന് വന്നിട്ടില്ല. അപ്പോൾ എക്കിറ്റിക്ക് ഇല്ലാത്ത സമയം ആയതുകൊണ്ട് പ്രത്യേകിച്ച് ക്രിസ്റ്റൽ പാലസ് ഇപ്പം പ്രീമിയർ ലീഗിൽ തോൽക്കാത്ത 2 ടീമുകളേ ഉള്ളൂ, ലിവർപൂളും ക്രിസ്റ്റൽ പാലസും. അവരെ ബാക്കാണെങ്കിൽ കട്ട ബാക്കുകളാണ് എല്ലാവരും, നല്ല സ്ട്രോങ് ആയിട്ടില്ല. അപ്പോൾ അത് ലിവർപൂളിനൊരു ചെറിയൊരു തലവേദനയാണ്. എക്കിറ്റിക്ക് അനാവശ്യമായിട്ടൊരു റെഡ് കാർഡ് വാങ്ങിയത്, അതല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. പിന്നെ പറയാനുള്ളത് മിഡ്ഫീൽഡിലെ ക്രിയേറ്റിവിറ്റി ഇല്ലാത്തതാണ്. ഈ ഒരു മത്സരത്തിൽ തുടങ്ങിയ സമയത്ത് നമ്മൾ ഫസ്റ്റ് 11 നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. എൻഡോ, കർട്ടിസ് ജോൺസ്, അതുകൂടാതെ നിയോണി. അപ്പം 3 പേരും ഏകദേശം ഒരേ മെൻറ്റാലിറ്റിയുള്ള പ്ലെയേഴ്സാണ്. എൻഡോ ഒരു പ്രോപ്പർ ഡിഫെൻസീവ് മിഡ്ഫീൽഡർ, പിന്നെ കർട്ടിസ് ജോൺസും നിയോണിയും ഒരു ഡിഫെൻസീവ് മൈൻഡുള്ള പ്ലെയേഴ്സാണ്. അപ്പം ഫസ്റ്റ് ഹാഫിൽ പ്രത്യേകിച്ച് നല്ലൊരു ബോളുകളൊന്നും ഇസാക്കിന് സപ്ലൈ വന്നിട്ടേ ഇല്ല. ഇസാക്ക് ഇങ്ങനെ എന്താണ് വെറുതെ ഒരു എലോൺ ആയ പോലെയാണ് തോന്നിയത്. അതുകൂടാതെ ഇസാക്ക് കുറച്ച് സ്വന്തമായിട്ട് ആ ലെഫ്റ്റ് സൈഡിലേക്ക് ഇറങ്ങി വന്ന് സ്വന്തമായിട്ട് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യാനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഫസ്റ്റ് ഹാഫിൽ ക്രിയേറ്റിവിറ്റി നമ്മളെ മിഡ്ഫീൽഡേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് തീരെ ഉണ്ടായിട്ടുണ്ടല്ലോ. അത് ഓക്കെ, നമുക്ക് അറിയാം ഇത് അവർ സതാംപ്ടൺ ബേസിക്കലി നമ്മളെ ഡിഫെൻഡ് ചെയ്യും, പിന്നെ ഒരു കൗണ്ടറിൽ ഗോൾ അടിക്കുക എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് അവരും വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിൽ എൻഡോ, ജോൺസ്, അതുകൂടാതെ മക്കാലിസ്റ്ററിന് ബേസിക്കലി പറഞ്ഞാൽ മക്കാലിസ്റ്ററിന് ഫോം തിരിച്ചെടുക്കാൻ പറ്റിയൊരു മത്സരമായിരുന്നു. ഇപ്പോൾ നമുക്കറിയാം മക്കാലിസ്റ്ററിൽ കുറച്ച് ഫോം ഡൗൺ ആണ്, അതുകൂടാതെ ഫിറ്റ്നസ്സും രണ്ടും തിരിച്ചെടുക്കാൻ പറ്റിയൊരു മത്സരമായിരുന്നു. പക്ഷേ മക്കാലിസ്റ്ററിൻ്റെ വൈഫിന് ഡെലിവറി ആയതുകൊണ്ട് പുള്ളിക്കാരനെ ലീവ് കൊടുത്തിയാണ്. അപ്പോൾ എല്ലാവരും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത് ടോക്ക് അബൌട്ട് ഗോമസ് ആൻഡ് ഫ്രിംഗ്പോങ്. അപ്പോൾ ഗോമസ് ആദ്യത്തെ ലിയോണി പരിക്കേറ്റ് പോകുന്നത് വരെ ബേസിക്കലി എല്ലാവരുടെ കണ്ണുകൾ ലിയോണിൽ മാത്രമായിരുന്നു. ഒന്നാമത് പുള്ളിക്കാരൻ്റെ ഡെബ്യൂ മാച്ച്, രണ്ടാമത് അത്രയും നല്ല പ്രസൻസ് ആയിരുന്നു ബാക്കിൽ. ഗോമസ് ഓക്കെ ആയിരുന്നു, പക്ഷേ 3-4 പാസുകൾ, മിസ് പാസുകൾ വെറുതെ കളഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ആ ഫസ്റ്റ് ഗോളിന് വഴിവെച്ച കോർണർ വന്നതും അങ്ങനെയൊരു മിസ് പാസിലൂടെയാണ്. ഗോമസ് പന്ത് വെറുതെ അവർക്ക് അടിച്ചു കൊടുക്കുന്നത്, പുള്ളിക്കാരൻ തന്നെ ടാക്കിൾ ചെയ്തിട്ട് റിക്കവർ ചെയ്യുന്നു. അതാണ് ബേസിക്കലി ആ ഒരു കുറേ ഏകദേശം ഒരു 80 മിനിറ്റ് വരെ, 75-80 മിനിറ്റ് വരെ ഗോമസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ലിയോണി പോയതിന് ശേഷമാണ് ഗോമസ് കുറച്ചും കൂടി ഒരു ഉത്തരവാദിത്തത്തോടെ കളിച്ചിരുന്നു പറയാം. അവസാനം നിമിഷം ഒരു ടാക്കിൾ ഉണ്ടായിരുന്നു, നല്ലതായിരുന്നു അത്. പിന്നെ ഫ്രിംഗ്പോങ് ബേസിക്കലി ആദ്യത്തെ ഒരു 45 മിനിറ്റ് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ശോകം കളിയായിരുന്നു. അങ്ങനെ പ്രത്യേകിച്ച് ഫ്രണ്ടിലേക്ക് അങ്ങനെ പന്തൊന്നും കൊടുക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ബ്രാഡ്ലി വന്നതിന് ശേഷം ഫ്രിംഗ്പോങ് കുറച്ചും കൂടി കുറച്ചും കൂടി കയറി കളിക്കുന്ന സമയത്താണ് പുള്ളിക്കാരൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് നല്ല ബോളുകളും ക്രോസുകളൊക്കെ വന്നത്, അതായത് കുറേ കൂടി ആക്റ്റീവ് ആയത്. അപ്പോൾ ഫസ്റ്റത്തെ ആ ഒരു സമയത്ത് പുള്ളിക്കാരൻ റൈറ്റ് ബാക്ക് കളിച്ച സമയത്ത് അത്ര ഒരു ശോഭിച്ചിട്ടുണ്ടായില്ല. അത് നമ്മളിനി വരുന്ന ക്രിസ്റ്റൽ പാലസിനോട് നമുക്ക് നോക്കാം ആരായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്, ബ്രാഡ്ലി ആണോ ഫ്രിംഗ്പോങ് ആണോ എന്നത്. ബേസിക്കലി പറഞ്ഞാൽ ലിവർപൂളിൻ്റെ ഇത്ര മാത്രമേ ഞാൻ എഴുതി വെച്ചിട്ടുള്ളൂ. ലിവർപൂളിൻ്റെ ഈ ഒരു മത്സരത്തിൽ നമ്മൾ സാധാരണ ഈ ഒരു സീസണിൽ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് ലിവർപൂൾ ഗോളടിക്കും, പിന്നെ സമനിലാകും, പിന്നെ ആദ്യം ലിവർപൂൾ ഗോളടിച്ച് ജയിക്കും. അത് തന്നെയാണ് ഈ മത്സരത്തിലും കണ്ടത്. ലിവർപൂൾ ഗോളടിച്ചു, പിന്നെ സതാംപ്ടൺ തിരിച്ചടിച്ചു, അവസാനം 84-ാമത്തെ 85-ാമത്തെ മിനിറ്റിൽ ലിവർപൂൾ ഒരു ഗോളും കൂടി അടിച്ച് മത്സരം ജയിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ഒരു മത്സരം കണ്ട നിങ്ങൾ എന്താണ് അഭിപ്രായം എന്ന് കമൻറ്റ് സെക്ഷനിൽ തീർച്ചയായും രേഖപ്പെടുത്തുക. അപ്പം അടുത്തൊരു വീഡിയോയിൽ അടുത്ത ക്രിസ്റ്റൽ പാലസ് വേഴ്സസ് ലിവർപൂൾ. എനിക്ക് എല്ലാ ലിവർപൂളിൻ്റെ എല്ലാ പ്ലേയേഴ്സും എസ്പെഷ്യലി ഇസാക്ക് നമ്മളെ റയൽ മാഡ്രിഡിൻ്റെ മത്സരത്തിന് മുന്നേ നല്ല കട്ട ഫിറ്റായിട്ട് കിട്ടണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇപ്പോൾ ഇങ്ങനെ തട്ടിമുട്ടി ജയിച്ചാലൊന്നും നോ പ്രോബ്ലം, 3 പോയിന്റ് വളരെ മുഖ്യമാണ്. റയൽ മാഡ്രിഡിനുള്ള മത്സരത്തിൽ ലിവർപൂളിലെ എല്ലാ പ്ലെയേഴ്സും കട്ടക്ക് ഫിറ്റായിട്ട് വരണം, ഇൻക്ലൂഡിങ് മക്കാലിസ്റ്ററിൻ്റെ ഫോം തിരിച്ചു വരണം, ഇസാക്കിൻ്റെ ഫിറ്റ്നസ് തിരിച്ചു വരണം. അതെല്ലാം കൂടി നല്ല ഒരു കട്ട പ്രോപ്പർ ലിവർപൂൾ ടീം വേണമെന്നാണ് എൻ്റെ ആഗ്രഹം. അത് സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു.